ഹായ് ഓൾ വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഹിസ് ആൻഡ് ഹെർ എന്ന് പറഞ്ഞ ഒരു സീരീസ് കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ പുതിയതായിട്ട് വന്ന സീരീസ് ആണ്. ഒരു എന്താ പറയാ ബെസ്റ്റ് ടിസ്റ്റെൻഡിങ് ഉള്ള ഒരു സീരീസ് എന്നാണ് ഇതിനെ എനിക്ക് ആദ്യം വിളിക്കേണ്ടത്. കാരണം ഒരു സ്ലോ ബിൽഡപ്പിൽ തുടങ്ങി 6 എപ്പിസോഡാണുള്ളത്. ഒരു 2-3 എപ്പിസോഡൊക്കെ ഇങ്ങനെ സ്ലോ ബിൽഡപ്പിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്ന് 4ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴേക്കും ഇതൊന്നും കൂടി മുറുകി 5ാമത്തെ എപ്പിസോഡിൽ ആദ്യത്തെ സസ്പെൻസ് റിവീലിംഗ് വന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ട്വിസ്റ്റ് വന്ന് ലാസ്റ്റ് എപ്പിസോഡിൽ ടിസ്റ്റ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അത്രയ്ക്കും ജീനിയസ് ഒബ്സർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. പക്ഷെ ആ ടിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു 1.5 ടിസ്റ്റ് ആയിരുന്നു. ആ ടിസ്റ്റ് കാരണം സീരീസിനെ അതുവരെ വന്ന ഒരു അബവേറേജ് ഒരു ഗുഡ് എന്ന രീതിയിൽ നിന്ന് വെരി ഗുഡ് അതിലേക്ക് എത്തിക്കാൻ ആ അവസാനത്തെ ഒരു 5ാമത്തെ എപ്പിസോഡിലും പ്രത്യേകിച്ച് ലാസ്റ്റ് എപ്പിസോഡിലുള്ള ആ ടിസ്റ്റ് അതിനെ എത്തിച്ചു. ഇത് ഹിസ് ആൻഡ് ഹേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റും പോകുന്നത്. ഇതിൽ ഒരു ടൗണിൽ നടക്കുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം കവർ ചെയ്യാൻ വരുന്ന റിപ്പോർട്ടറും പിന്നെ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറും, ഇവർക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പക്ഷെ അവരിപ്പോ കുറച്ച് അകന്ന് നിൽക്കണം. അതിന് അവർക്കൊരു ട്രാജഡി ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഉള്ള ആളെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞിട്ട് സസ്പെക്ട് ചെയ്യണം. അതായത് ഡിറ്റക്റ്റീവ് ഈ പെണ്ണിനെയും പെണ്ണ് ഈ പോലീസിനെയും. അതിനുള്ള കാരണം ഇവരുടെ ഹോം ടൗൺ ആണ്, ചെറിയ ടൗൺ ആണ്. അപ്പൊ ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇതിൽ പിന്നെ കുറെ ക്യാരക്ടേഴ്സിനെ ഇവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സിന്റെ അവർ പറയുന്ന ഡയലോഗും കാര്യങ്ങൾക്കൊക്കെ പിന്നീടാണ് അതിനൊരു കണക്ഷൻ വരുന്നത്. പ്രത്യേകിച്ച് ഇതില് മർഡർ നടക്കുന്നത് പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഒരു സീരിയൽ അങ്ങനത്തെ ഒരു കൈൻഡിലാണ് ഇവര് കൊണ്ടുപോണത്. എന്നിട്ട് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ക്ഷമ വേണം. ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ എന്താ ഇത്ര വലിയ ഒരു സംഭവം, ഇതൊക്കെ കണ്ട യൂഷ്വൽ ക്രൈം ത്രില്ലർ പോലെയല്ലേ എന്നൊക്കെ തോന്നും. അത് ഒരു ബിൽഡപ്പാണ്, ഒരു സെറ്റപ്പാണ്. ഒരു 4ാമത്തെ എപ്പിസോഡിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മൂഡിലേക്ക് നിങ്ങൾ എത്തും. ഇതിന്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് വില്യം, ടോറി, ബില്ല് തുടങ്ങിയ ആൾക്കാരാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൽ ഇപ്പൊ നായക എന്ന രീതിയിൽ മെയിൻ ആയിട്ട് വരുന്നത് ടെസ തോംസണും ജോൺ ബെർണത്താലാണ്. മറ്റേ പനീഷറിലൊക്കെ വന്ന ആള്. ഇവർ രണ്ടുപേരാണ് ഇതിന് മെയിൻ റോള് ചെയ്യണത്. പിന്നെ ഇതില് കുറച്ച് അധികം പോപ്പുലർ അല്ലാത്ത കുറച്ച് ഹോളിവുഡ് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ആ ഒരു ബിൽഡപ്പ്, സ്ലോ ബിൽഡപ്പിന് തുടങ്ങി നമ്മൾ അത് ക്ഷമയോടെ കണ്ടു കഴിഞ്ഞാൽ 4ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഹുക്കാവും. ഹുക്കാവും എന്ന് പറഞ്ഞാൽ ഹുക്കാവും. പിന്നെ എന്താണ് സംഭവിക്കുക, നമുക്ക് ആരായിരിക്കുന്നുള്ളൊരു ഇവരാണോ ഇവളാണോ എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 5ാമത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ഒരു സസ്പെൻസ് ഇത് വരും. അത് നമ്മൾ പ്രതീക്ഷിക്കില്ല, കാരണം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അതും സർപ്രൈസിങ് ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പിന്നീട് ആ ബിൽഡപ്പ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് എപ്പിസോഡിൽ ഫുൾ റിവീലിംഗ് ആണ്, ഫുൾ സസ്പെൻസ് ആണ്, ട്വിസ്റ്റ് എൻഡിങ് ആണ്. അതിന് ടോപ്പ് മാർക്ക് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആ ഒരു എപ്പിസോഡും ഇത് കാരണമാണ് എനിക്ക് ഇതിനെ റിവ്യൂ ചെയ്യണമെന്ന് തന്നെ ഞാൻ എത്തിയത്. അപ്പൊ നിങ്ങളിത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കാവുന്നതാണ്. 6 എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ലേ, അധികം റണ്ണിങ് ടൈം ഒന്നുമില്ല. 30-35 മിനിറ്റ് 40 ആണ് ഓരോ എപ്പിസോഡ് ഉള്ളത്. അപ്പൊ ഒരു ബിഞ്ച് വാച്ച് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സസ്പെൻസ് എൻഡിങ് ഉള്ള ട്വിസ്റ്റ് എൻഡിങ് ഉള്ള നല്ലൊരു സീരീസ്. അപ്പൊ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.